വരി വരി അത് തന്നെ അത് ഞാനും പിന്നെ വിചാരിച്ചു എന്തായാലും ഇപ്പൊ. ഹലോ, അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം രാവിലെ തന്നെ മീൻ വാങ്ങിക്കാൻ പോയിട്ട് രണ്ടുപേർ വന്നിട്ടുണ്ട്. രാവിലെ ഫോൺ കോൾ വന്നിട്ടുണ്ട് അമ്മയുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ അവിടെ എൻ്റെ ബ്രദറിൻ്റെ മോനുണ്ട്. അപ്പോൾ എൻ്റെ മോളെ ഫോൺ വിളിക്കുന്നതാണ് ആദ്യം കാണുന്നത്. അപ്പോൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ ആക്കി വന്നിട്ടുണ്ട്. ചൂര മീനാണ് കിട്ടിയത്. ചെയ്യരുതെന്ന് പറയണം അപ്പാപ്പൻ്റെ അടുത്ത്. ട്രക്ക് ഉണ്ടാക്കുവാണോ നീ? ട്രക്കാണ് ഉണ്ടാക്കുന്നത്. അവര് പുതിയ പിച്ചാത്തി മേടിച്ചെന്ന് പാഞ്ചോന്ന് ചോദിക്കും. നിങ്ങൾ പാഞ്ചോന്ന് ചോദിക്കും. അപ്പോൾ ഈ കാണുന്നത് ഫ്രിഡ്ജിൻ്റെ ബാക്കിലുള്ള വെള്ളം മാറ്റുന്നതാണ്. അപ്പോൾ അതിന് ഒരു ട്യൂബുണ്ട്. അത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ടാണ് ഇവിടെ ട്യൂബിൽ നിന്ന് വെള്ളം മാറ്റിയത്, ഫ്രിഡ്ജിൽ നിന്ന്. അല്ലെങ്കിൽ ഒരുപാട് സ്മെല്ലെടുക്കും, പാലൊക്കെ വീണിട്ട്. അപ്പോൾ ഇതാണ് ആ ട്യൂബ്. ഇങ്ങനെ ഒരു ട്യൂബ് ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം മാറ്റാം, ബാക്കിലെ വെള്ളം മാറ്റാം. നാളത്തേക്ക് ദോശയ്ക്ക് അരിയും ഉഴുന്നും വെള്ളത്തിൽ ഇട്ടു. പിന്നെ അപ്പുറത്ത് നിന്ന് ഒരു ചക്ക തന്നു ആൻറ്റി, അതുപോലെ തന്നെ മാങ്ങ തന്നു. അപ്പോൾ ഈ ചക്ക ഇടിച്ചക്കയെന്നാണ് കരുതി ഞാൻ അതിൻ്റെ തോടൊക്കെ മാറ്റി എടുത്തു. അപ്പോൾ അത് നല്ല രീതിയിൽ അറുത്തെടുക്കുന്നതാണ്. ഞാൻ ഒരുപാട് പാടുപെട്ട്, പിച്ചാത്തിയും കുഞ്ഞതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് പാടുപെട്ടൊക്കെ ഇത്തിരി അറുത്തെടുത്തു. അപ്പോൾ ഇടിച്ചക്കയെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പിന്നെയാണ് ആൻറ്റി പറഞ്ഞത് അത് ഇടിച്ചക്കയൊന്നും അല്ല, സാധാ ചക്കയാണ്. പിന്നെ അതിനെ മൊത്തത്തിൽ അങ്ങ് വേവിച്ചെടുത്തു. എന്നിട്ട് നല്ല ഭാഗം നോക്കിയെടുത്ത് മാറ്റിയാണ് ഉണ്ടായത്. കാരണം അത് ഇടിച്ചക്കയെന്ന് കരുതിയിട്ടാണ്, എനിക്ക് തെറ്റിപ്പോയി. അതിൻ്റെ സീഡ് കണ്ടപ്പോഴത്തേക്കും പിച്ചാത്തിയിൽ അറുത്ത് വന്നപ്പോൾ ഞാൻ കരുതി അത് ഇടിച്ചക്കയാണെന്ന്. അപ്പോൾ ഇതാണ് കിട്ടിയ മീൻ, ചൂര മീനാണ്. അപ്പോൾ ആ ചൂര മീനിന്ന് നല്ലപോലെ കറി വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇട്ട് തന്നെ കട്ട് ചെയ്തത്. പിന്നെ ഇങ്ങനത്തെ പീസ് ആയതുകൊണ്ട് എനിക്ക് പ്രോബ്ലം ഇല്ല, ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ. ആ ചക്ക കിട്ടിയത് പിന്നെ വിളയാത്ത ചക്കയായിരുന്നു. അപ്പോൾ അതായത് പിഞ്ച് ചക്ക ആയിരുന്നു കിട്ടിയത്. പിന്നെ അതിനുശേഷം ഞാൻ ആ കട്ടിംഗ് ബോർഡ് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത്, മീനൊക്കെ അറുത്തതുകൊണ്ട്. ചക്ക വേവിക്കാൻ വെച്ചതിൻ്റെ വിസിലാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ആ ചക്ക അങ്ങ് വെന്ത് വന്നു. അതുപോലെ മീൻ വെക്കാനായിട്ട് മുളക് കറി പോലെ വെക്കാനായിട്ട് ഉള്ളി, തക്കാളി, പച്ചമുളക്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഉടനെ തന്നെ ചട്ടി വെച്ചു. പിന്നെ കടുക്, ഉലുവ എല്ലാം ഇട്ട് കൊടുക്കുന്നു, സവാള ഇട്ട് കൊടുക്കുന്നു, നല്ലപോലെ വഴറ്റിയെടുക്കുവാണ്. എനിക്ക് ചട്ടിയിൽ മീൻ കറി വെക്കുന്നതാണ് ഒരുപാട് ഇഷ്ടം. അതാകുമ്പോൾ കുറച്ച് നേരെ ഇരിക്കുകയും ചെയ്യും, ഇല്ലാതായി പോകത്തൊന്നുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റ്. അതിൽ ഇച്ചിരി എണ്ണയും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. എണ്ണ ഒഴിക്കുമ്പോഴാണ് ഈ മീൻ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ വെന്ത് വന്ന ചക്ക ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ ഞാൻ ഇതിന് ശേഷമാണ് അറിഞ്ഞത് ഇത് സംഭവം ഇടിച്ചക്ക അല്ലാന്ന്. പിന്നെ ഞാൻ നല്ല ഭാഗങ്ങൾ നോക്കി മാറ്റിയെടുത്ത്, കൃത്യമായിട്ട് നല്ല ഭാഗം തന്നെ എടുത്ത്, അല്ലെങ്കിൽ പിന്നെ കറിയില്ല, മോശമായി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പുളിയാണ്, വെള്ളത്തിൽ ഇട്ട് വെച്ച കുടംപുളി. അപ്പോൾ അതും ആ വെള്ളവും ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് മീൻ കഷ്ണമൊക്കെ എടുത്ത് ഇട്ട് കൊടുത്തു. പൊടി നല്ലപോലെ വറുത്തു. അപ്പം മീൻ നല്ലപോലെ വെന്ത് വരുന്നുണ്ട്. അങ്ങനെ മീൻ കറി നല്ല രീതിയിൽ റെഡിയായി. ഇതിനിടയ്ക്ക് ചക്ക കുക്കറിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അതിന് ഞാൻ നല്ല രീതിയിൽ അരപ്പൊക്കെ എടുത്തിട്ടിട്ട് നല്ലപോലെ ഇടിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പം കറുത്ത് കാണുന്നത് കുരുമുളകൊക്കെ ഇട്ട് കൊടുത്തു. തേങ്ങ, ജീരകം, മഞ്ഞൾ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതെല്ലാം വെച്ച് അരച്ച് നല്ലപോലെ ഇളക്കിയെടുക്കുന്നുണ്ട്. നല്ലപോലെ തിളപ്പിച്ച് എടുത്തതിന് ശേഷം പിന്നെ ഞാൻ കടുക് വറുത്ത് ഇതിലോട്ട് ഒഴിച്ച് കറി റെഡിയാക്കി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഊണ്. ഇതൊരു സൺഡേ വ്ളോഗാണ്.
എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ദിവസമായിരുന്നു. താങ്ക് യു.